2014 മുതൽ എൻ്റെ കൂടെ ഉണ്ടായതാണ്. 2014 ഡിസംബർ മാസം അത് ഗൾഫിൽ നിന്ന് വന്നതായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വെക്കേഷൻ വന്നതായിരുന്നു. വെക്കേഷൻ വന്നപ്പോൾ പെട്ടെന്നൊരു വണ്ടി ഓൺ ദ സ്പോട്ട് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മുത്തനെ കിട്ടി. ഈ വണ്ടിയുടെ ഗുണം എന്ന് വെച്ചാൽ നല്ല മൈലേജ് ഉണ്ട്. 1 രൂപയ്ക്ക് 1 കിലോമീറ്റർ വെച്ചാൽ കിട്ടുന്നുണ്ട്. എക്കണോമിക് റൈഡിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ഫാൾട്ട് എന്ന് വെച്ചാൽ ഒരു മൈനസ് എന്ന് വെച്ചാൽ ഇത് വെയ്റ്റ്ലെസ് ആണ് വണ്ടി. വെയ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈവേയിലും മറ്റൊക്കെ പോകുമ്പോൾ വണ്ടി വേറെ വലിയ ഹെവി വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത് പാളിപ്പോവും. കാരണം അതിൻ്റെ കാറ്റുകൊണ്ട് നമ്മളെ വണ്ടി ജസ്റ്റ് ഒന്ന് തന്നും. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം മൈലേജ് CC കുറവാണ്, അതിനനുസരിച്ചുള്ള ബോഡി ഉള്ളൂ. ഇത് ബാക്കിയൊക്കെ കിട്ടുകയാണ്, ഏതെങ്കിലും കൊണ്ടുപോകാം. അപ്പം നമ്മൾ അടുത്ത വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുതിയ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ ആളുകളുണ്ട്. പരിചയപ്പെടുത്തി നമുക്ക് ഷൈനായിട്ട് ബേസിക്സ് ഓപ്ഷനാണ് വരുന്നത്. അതിനൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഡിന്നർ ലൈറ്റ് ഓപ്ഷൻസ് ആയിട്ട് ഈ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കുന്ന സെൽഫാണ്, നമുക്ക് ടേൺ ഇൻഡിക്കേറ്ററും ഫോണ് കാര്യങ്ങളും ഇപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് വണ്ടി ചാവി ഓണാക്കുമ്പോൾ തന്നെ ലൈറ്റ് ഈ ഒരു യെല്ലോ ലൈറ്റ് വരുന്നത്. വണ്ടി ഓണാക്കുന്ന സമയത്ത് ഈ യെല്ലോ ലൈറ്റ് ഒരു മാക്സിമം ഒരു 3 സെക്കൻഡ് ഓഫ് ആവും. സെൻറ്റിങ് മാർണിംഗ് ലൈറ്റ് ആണ്. അത് ഓഫ് ആയതിനു ശേഷം മാക്സിമം സെൽഫ് അടിക്കാൻ നോക്കുക. സെൽഫ് അടിക്കുന്നത് തന്നെ സൈലൻ്റ് ആൻഡ് ക്വിക്ക് സ്റ്റാർട്ട് എന്ന രീതിയിൽ സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ ചെയ്യും. സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ പറഞ്ഞെങ്കിൽ ഈ ലൈറ്റിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇൻഡിക്കേറ്റർ ഈ കാര്യങ്ങളാണ് വണ്ടിയുടെ ബേസിക്സ് ഓപ്ഷൻ തന്നെ. വണ്ടി സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷനിൽ വണ്ടി ആദ്യം ഓഫ് ആയി കിട്ടും. കാരണം സ്റ്റാൻഡ് കെട്ടിയാൽ നമ്മൾ സ്റ്റാൻഡ് തട്ടാത്ത രീതിയിൽ ആക്സിഡന്റ് ഓപ്ഷനോ കാര്യങ്ങളോ വരാതെ സ്റ്റാൻഡിലുള്ള സമയത്ത് ഗിയറിലെല്ലാം ഇരിക്കുന്ന വണ്ടി ശരിക്കും സെൽഫ് അടിച്ചാൽ സ്റ്റാർട്ട് ആകത്തില്ല. ഓപ്പറേറ്റ് നോക്കുന്ന സമയത്ത് ചാവി ഓഫാക്കിയിട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്സ് വേണ്ടി അനുസരിച്ച് വന്നിരിക്കുന്ന ഷൈന് കൊടുത്തിട്ടുള്ളത്. എന്തായാലും യാത്ര ഹാപ്പി ആവട്ടെ, ഹാപ്പി ജേണി ആയിരിക്കട്ടെ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാലേ ഉള്ളൂ മൈലേജിൻ്റെ കാര്യത്തിൽ ഒരു കൺഫേമായിട്ട് പറയാൻ പറ്റുള്ളൂ. ബാക്കി വലിയ കുഴപ്പമില്ല. മോണോ ഡ്രൈവിന് ബെറ്റർ തന്നെയാണ്, കംഫർട്ട് തന്നെ. ഷൈൻ്റെ ആ പെർഫോമൻസും കാര്യങ്ങളും ചെറുതായി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്യൂവലിൻ്റെ കാര്യത്തിൽ റിസർവ് ആൻഡ് മെയിൻ വാൽവ് ഇങ്ങനെ ഓപ്ഷൻസ് ഇല്ല, വണ്ടിക്ക് കൊടുത്തിട്ടില്ല. വണ്ടിക്ക് സ്ക്രീനിൽ തന്നെ നോക്കണം, സ്ക്രീൻ നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ട് വണ്ടി മൂവ് ചെയ്യില്ല. സെക്കൻഡ് സീറ്റർ ഉണ്ടെങ്കിൽ ഇത് കയറ്റമുള്ള റോഡ് കൂടെ പോകുമ്പോൾ കുറച്ച് റിസ്ക് ഫീൽ ചെയ്യും. കാരണം വണ്ടി വലിയാനും കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി ഓഫായി. കാരണം സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നാണ്